അടിപൊളി മത്തി മുളകിട്ടത് ഉണ്ടാക്കാം. മക്കളെ, ഞാനിവിടെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10-15 മത്തി ഉണ്ടാവും. ആദ്യം നമുക്ക് മത്തിക്കറിക്ക് വേണ്ട പുളി വെള്ളത്തിലേക്ക് കുതിർത്താനിടാം. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. ഇതിവിടെ ഇന്ന് കുതിരട്ട്. നിങ്ങൾ കുടംപുളിയാണ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ 4 കഷ്ണം പുളി എടുത്ത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി, കഴുകിയിട്ട്. അപ്പം തന്നെ അതിന് മതിയാവുള്ളൂ. നമുക്ക് കറി ഉണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. നമ്മൾ മീൻ കറിയൊക്കെ മൺപാത്രത്തിലാണ് വെക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എപ്പോഴും നല്ലത് മീൻ കറി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലൊരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അത് കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ചിലർക്ക് കടുക് ഇടുന്നതൊന്നും ഇഷ്ടമല്ല മീൻ കറിയിൽ. കടുക് വേണ്ടാത്തവർക്ക് കടുക് മാറ്റിയേക്കാം. പക്ഷെ എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ കടുകിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിൽ നമുക്കൊരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് 2 കഷ്ണമാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കളർ മാറി വന്നാൽ മതി. ബ്രൗൺ കളർ ആയി നല്ല ഡാർക്ക് കളറൊന്നും ആവണ്ട കേട്ടോ. ഇപ്പോൾ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കാം. ഇനി തക്കാളി വേഗട്ട് നമുക്ക് അതുവരെ ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിൽ കത്തിക്കാം. ഇത് വേഗാനാണ് കേട്ടോ മൂടുന്നത്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാടി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് അധികം വേണ്ടവർക്ക് സാധാ മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കാം. ഇതിലിനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് കളർ മാറി വരട്ടെ. ഇത് കരിയാൻ പാടില്ല. ചെറിയ തീയിൽ ചെയ്താൽ മതി കേട്ടോ മക്കളെ. നമ്മുടെ കറികൾക്ക് കാശ്മീർ മുളക് പൊടി ഇടുമ്പോഴാണ് നല്ല കട്ടിയിൽ കുറുകി വരുള്ളൂ കേട്ടോ. സാധാ മുളക് പൊടിയിനെക്കാളും നല്ല കുറുകണ പൊടിയാണ് കാശ്മീർ മുളക് പൊടി. പിന്നെ ഇത് എരിവ് കുറവായിരിക്കും. എരിവ് അധികം വേണ്ടവർക്ക് ഒരു 1/2 ടീസ്പൂണ് സാധാ മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ പാകമായിരിക്കും. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അസലായിട്ടൊരു അരപ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ മാളുംപുളി ഇട്ടത് കൊണ്ടാണ് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ഒഴിച്ചത്. ഇനി കുടംപുളിയാണ് ഇടുകയാണെങ്കിൽ ആ വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ.
ഇനി നമുക്കിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി മൂടി വെച്ച് മീഡിയം ലെവലിൽ തീ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനെടുത്ത് നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് മസാലയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ മീനും മസാലയിൽ മുങ്ങി കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ചെറിയ തീ വെച്ചിട്ട് ഇത് 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കയ്യിൽ കൊണ്ട് ഇളക്കരുത്, പൊടിഞ്ഞു പോകും. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റും കൂടി ഇരിക്കട്ടെ, നമുക്ക് മൂടി വെക്കാം. ഇനിയും ഇപ്പം നമ്മുടെ കറി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അയ്യോ എൻ്റെ മക്കളെ, കണ്ടില്ലേ കുറുതനുള്ള നമ്മുടെ മത്തിക്കറി. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ എണ്ണയൊക്കെ നമ്മുടെ കറിയുടെ മേലെ തെളിഞ്ഞ് നിൽക്കുന്നത്. മത്തിക്കറി റെഡിയായി. അങ്ങനെ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. മക്കളെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.